ആൻഡ് ഗൈറോമിക്കിന്റെ കയ്യിൽ ഒന്നല്ല രണ്ടല്ല മൊത്തം 5 TWS ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതും നമുക്ക് ഈ TWS എല്ലാം തന്നെ 1500 വാങ്ങിക്കാൻ പറ്റുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം വെർത്ത് ആണോ, അതുപോലെ ഇതിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് TWS ആണ് നോയ്സിന്റെ ബഡ്സ് യൂനോ. ഈ TWSന്റെ ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കോമ്പാക്ട് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി കേസിംഗിലാണ് വന്നിട്ടുള്ളത്. മാറ്റ് ഫിനിഷിനോടൊപ്പം ലെതർ ഫിനിഷിംഗിലാണ് നമ്മുടെ കേസ് വന്നിട്ടുള്ളത്. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹിഞ്ചസും ആണ് ഈ കേസിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ ഈ TWSനകത്ത് മ്യൂസിക് എക്സ്പീരിയൻസിന് വേണ്ടി 10 mm ടൈറ്റാനിയം ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ ബെറ്റർ ഡീസന്റ് ആയിട്ടുള്ള കൂളിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി കോഡ് മൈക്ക് വിത്ത് ENC ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലൂടൂത്തിന്റെ 5.3 ലേറ്റസ്റ്റ് വെർഷൻ, ഹൈപ്പർ സിങ്ക് ടെക്നോളജി എന്നിങ്ങനെ കുറെ അധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോളിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ലഭിക്കുന്നത്. ആൻഡ് അതുപോലെ നോയ്സ് ബഡ്സ് യൂനോയ്ക്കകത്ത് ബ്രാൻഡ് പറയുന്ന അനുസരിച്ച് അപ് ടു 40 hours ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം 10 മിനിറ്റ് ചാർജ് ചെയ്യുവാണെങ്കിൽ അപ് ടു 150 മിനിറ്റ്സിന്റെ പ്ലേ ബാക്ക് ടൈമിലാണ് ഇതിന്റെ ഇൻസ്റ്റാ ചാർജിംഗ് ടെക്നോളജി വന്നിട്ടുള്ളത്. അതുപോലെ നോയ്സ് ബഡ്സ് യൂനോ TWS ഓൺലൈനോടെ പർച്ചേസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഒരു 1200 to 1300 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് TWS ആണ് ട്രൂക്കിന്റെ മെഗാ 9. ഈ TWS നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. ഈ TWSന്റെ കേസ് നോക്കുവാണെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന പെബിൾഡ് ലെതർ ഫിനിഷിംഗിലാണ് നമ്മുടെ കേസിംഗ് ഫുൾ ആയിട്ടും വന്നിട്ടുള്ളത്. അതുപോലെ ഈ TWSന്റെ മ്യൂസിക് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി 13 mm ടൈറ്റാനിയം ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 24-bit 360-degree സ്പേഷ്യൽ ഓഡിയോ ഫീച്ചേഴ്സ്, ഹൈഫൈ DSP ടെക്നോളജി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള വോക്കൽസ്, അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ സെപ്പറേഷനോടൊപ്പം അത്യാവശ്യം ഹൈ ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് നമുക്ക് മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ TWSനകത്ത് കോഡ് മൈക്രോഫോൺസിനോടൊപ്പം പ്യുവർ വോയിസ് ENC ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അറ്റ് എ ടൈം 2 ഡിവൈസിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡുവൽ ഡിവൈസ് പെയറിംഗ് ഫീച്ചേഴ്സും അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസിന് വേണ്ടി 40 ms അൾട്രാ ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡ് ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡീസന്റ് ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത ഒരു കോളിംഗ് എക്സ്പീരിയൻസിനോടൊപ്പം ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സിലാണ് ട്രൂക്കിന്റെ ഈ TWS വന്നിട്ടുള്ളത്. ആൻഡ് ഫൈനലി ട്രൂക്കിന്റെ മെഗാ 9 TWSനകത്ത് അപ് ടു 70 hours ബാറ്ററി ബാക്കപ്പിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുന്നതിലൂടെ 150 മിനിറ്റിന്റെ പ്ലേ ബാക്ക് ടൈമും ഈ TWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ TWS ഓൺലൈനിലൂടെ ഒരു 1200 to 1300 രൂപയ്ക്കുള്ളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ലിസ്റ്റിലെ മൂന്നാമത്തെ TWS ആണ് ബോൾട്ടിന്റെ C40. ആൻഡ് TWSന്റെ കേസ് ഫസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് സിൽവർ മാറ്റ് ഫിനിഷിൽ വരുന്ന അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ TWS നോക്കുവാണെങ്കിൽ ഡീസന്റ് ആയിട്ടുള്ള ഇയർ ഫിറ്റ് ഡിസൈനോടൊപ്പം സ്മൂത്ത് ഗ്ലോയിങ് മാറ്റ് ഫിനിഷിലാണ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വന്നിട്ടുള്ളത്. ആൻഡ് ഈ TWSനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മ്യൂസിക് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ 10 mm ഡ്രൈവേഴ്സിനോടൊപ്പം ബൂമെക്സ് ടെക്നോളജിയാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ SBC, AAC, കൊഡാക് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തികച്ചും ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ആണ് ഈ TWSനകത്ത് നിന്ന് ലഭിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള വോളിയത്തിനോടൊപ്പം നോർമൽ ബേസ് ക്വാളിറ്റിയിലാണ് ഈ TWSന്റെ സൗണ്ട് മ്യൂസിക് ക്വാളിറ്റി വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ബോൾട്ടിന്റെ Z40 TWSനകത്ത് കോളിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഡുവൽ മൈക്രോഫോൺസിനോടൊപ്പം ബോൾട്ടിന്റെ Zen മോഡ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ENC ഫീച്ചേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം IPX4 വാട്ടർ റെസിസ്റ്റന്റ് ബ്ലിങ്ക് ആൻഡ് പെയർ ടെക്നോളജി, ബ്ലൂടൂത്തിന്റെ 5.3 ലേറ്റസ്റ്റ് വെർഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോളിംഗ് വൈസ് നോക്കുവാണെങ്കിൽ നോയ്സ് ഒക്കെ മിനിമൽ ആക്കിക്കൊണ്ടുള്ള ഒരു ഡീസന്റ് പെർഫോമൻസ് ആണ് ലഭിക്കുന്നത്. അതുപോലെ കണക്ടിവിറ്റി വൈസ് നോക്കുവാണെങ്കിലും യാതൊരുവിധ ഇഷ്യൂസും ഇല്ലാതെ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള കണക്ടിവിറ്റി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി ബോൾട്ടിന്റെ C40 TWS അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അപ് ടു 60 hours പ്ലേ ബാക്ക് ടൈമിനോടൊപ്പം 10 മിനിറ്റ് ചാർജ് ചെയ്യുവാണെങ്കിൽ അപ് ടു 100 മിനിറ്റ് പ്ലേ ബാക്ക് ടൈം ആണ് ഇതിന് ലഭിക്കുന്നത്. അതുപോലെ ഈ TWS ഓൺലൈനിലൂടെ ഒരു 900 to 1000 രൂപയ്ക്കുള്ളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ ഫോർത്ത് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് TWS ആണ് ട്രൂക്കിന്റെ ക്രിസ്റ്റൽ ഡൈനോ. ഈ TWSന്റെ കേസ് ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ട്രാൻസ്പെറന്റ് ഡിസൈൻ കേസിംഗിലാണ് വന്നിട്ടുള്ളത്. ട്രൂക്കിന്റെ മെഗാ 9 TWSനകത്ത് ഉള്ളതുപോലെ തന്നെ സ്ക്രാച്ചസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെതർ ടൈപ്പ് പ്ലാസ്റ്റിക് ഡിസൈനിലാണ് ഈ കേസിംഗ് വന്നിട്ടുള്ളത്. ബഡ്സ് വൈസ് നോക്കുവാണെങ്കിൽ ഗ്ലോസി പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ഈ TWSനകത്തിലെ മ്യൂസിക് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ 13 mm ടൈറ്റാനിയം ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹൈഫൈ സൗണ്ട് ക്വാളിറ്റി, 360 സ്പേഷ്യൽ ഓഡിയോ ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അതുപോലെ വോക്കൽസ്, ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ നല്ലപോലെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ ഹൈ വോളിയത്തിലും ഹൈ ബാസിലുമാണ് TWSന്റെ മ്യൂസിക് ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനോടൊപ്പം ബെറ്റർ ആയിട്ടുള്ള കോളിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ക്വാഡ് മൈക്രോഫോൺസിനോടൊപ്പം പ്യുവർ വോയിസ് ENC ടെക്നോളജിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോടൊപ്പം 40 ms അൾട്രാ ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡ്, അതുപോലെ ബ്ലൂടൂത്തിന്റെ 5.4 ലേറ്റസ്റ്റ് വെർഷൻ ഒക്കെയാണ് TWSനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കോളിംഗ് എക്സ്പീരിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഡീസന്റ് പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ളത്. അതിനോടൊപ്പം കണക്ടിവിറ്റി വൈസ് നോക്കുവാണെങ്കിൽ യാതൊരു ഇഷ്യൂസും തന്നെ ഇല്ല. ആൻഡ് ഫൈനലി ട്രൂക്കിന്റെ ക്രിസ്റ്റൽ ഡൈനോ TWSനകത്ത് 70 hours ബാറ്ററി ബാക്കപ്പിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം 10 മിനിറ്റ് ചാർജ് ചെയ്യുവാണെങ്കിൽ അപ് ടു 150 മിനിറ്റിന്റെ പ്ലേ ബാക്ക് ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ TWS ഓൺലൈനിലൂടെ ഒരു 800 to 1000 രൂപയ്ക്കുള്ളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ ഫൈനൽ ആയിട്ടുള്ള ഏറ്റവും ലോ പ്രൈസിൽ കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന TWS ആണ്
ബോട്ടിന്റെ എയർഡോപ്പ് 161 എന്നും 131 എന്നും അറിയപ്പെടുന്ന TWS. എനിക്ക് ഈ TWSനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് ആയാലും ഫിംഗർ പ്രിന്റ് സ്മച്ചസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നാൽ ഈ TWSനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ഹിഞ്ചസ് ആണ്. അതുപോലെ TWS നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷിനോടൊപ്പം ഗ്ലോസി പ്ലാസ്റ്റിക്കിന്റെ ഒരു കോമ്പോയിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെയും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഇതിന്റെ ഡ്രൈവർ സൈസ് എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു സൈസിലായിട്ടുള്ള ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു ഇയർ ഫിറ്റ് ഡിസൈൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും ഇത് ആപ്റ്റ് ആവണമെന്നില്ല. എന്നാൽ ഈ TWSനകത്ത് നല്ലൊരു മ്യൂസിക് ക്വാളിറ്റി ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനുവേണ്ടി 13 മില്ലിമീറ്ററിന്റെ ലാർജർ ആയിട്ടുള്ള ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബോട്ടിന്റെ സ്റ്റിക്കിനസ് സൗണ്ട് ക്വാളിറ്റി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ ആയിട്ടും ലാർജർ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈ ക്വാളിറ്റി വോളിയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള വോക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ സെപ്പറേഷൻ ഒക്കെയാണ് ഈ TWSനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് TWSന്റെ കോളിംഗ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ENC ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന മൈക്രോഫോൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ക്ലിയർ വോയിസ് ടെക്നോളജിയോടൊപ്പം IWP ടെക്നോളജി, ASAP ചാർജിംഗ് സിസ്റ്റം എന്നീ ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോളിംഗ് വൈസ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഡീസന്റ് ക്വാളിറ്റി ആണ്. നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോളിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ബോട്ടിന്റെ എയർഡോപ്സ് 161 അല്ലെങ്കിൽ 163 എന്ന് അറിയപ്പെടുന്ന TWSനകത്ത് അപ് ടു 40 ഹവേഴ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുവാണെങ്കിൽ അപ് ടു 180 മിനിറ്റിന്റെ പ്ലേ ബാക്ക് ടൈമും ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു TWS ഓൺലൈനിലൂടെ ഒരു 800 to 900 രൂപയ്ക്കുള്ളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് 1500 വാങ്ങിക്കാൻ പറ്റുന്ന ദി ബെസ്റ്റ് ആയിട്ടുള്ള ഓരോ പ്രൈസ് റേഞ്ചിലും അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സിൽ വരുന്ന TWS ഇയർബഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്തിട്ടുള്ള എല്ലാ TWSന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയറി എന്തായാലും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.